മറ്റു വിദ്യാലയത്തിൽ നിന്നും കുട്ടികളെ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പ്രോഗ്രഷൻ മോഡ്യൂൾ പൂർത്തീകരിച്ച വിദ്യാലയങ്ങളിൽ നിന്ന് മാത്രമേ കുട്ടികളെ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിനായി udisplus.gov.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ഫോർ ഓൾ മൊഡ്യൂൾസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം സ്റ്റുഡൻറ് മൊഡ്യൂൾ എന്ന ഓപ്ഷനിൽ കേരള സെലക്ട് ചെയ്ത് ഗോ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. സ്കൂൾ യുഡൈസ് കോഡ് യൂസർ ഐഡിയായും സ്കൂളിൻ്റെ പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. സ്കൂളിൽ ലോഗിൻ ചെയ്ത ശേഷം 2024-25 വർഷം സെലക്ട് ചെയ്യുക. ഇടതുവശത്തുള്ള ഇമ്പോർട്ട് മൊഡ്യൂൾ സെലക്ട് ചെയ്യുക. ഇവിടെ 3 ഓപ്ഷനുകൾ കാണാം. 1. ഇമ്പോർട്ട് സ്റ്റുഡൻറ് വിത്തിൻ സ്റ്റേറ്റ്. 2. ഇമ്പോർട്ട് ഔട്ട്സൈഡ് സ്റ്റേറ്റ്. 3. ഡ്രോപ്പ് ബോക്സ് ബാർ ഇൻആക്റ്റീവ് സ്റ്റുഡൻറ് ലിസ്റ്റ്. സംസ്ഥാനത്തിനുള്ളിലെ കുട്ടികളെ ഇമ്പോർട്ട് ചെയ്യാൻ ഇമ്പോർട്ട് വിത്തിൻ സ്റ്റേറ്റ് എന്ന ഓപ്ഷനിലെ ഗോ ബട്ടൺ പ്രസ് ചെയ്യുക. മറ്റു വിദ്യാലയങ്ങളിൽ നിന്നും നിങ്ങളുടെ വിദ്യാലയത്തിലേക്ക് വന്ന കുട്ടിയുടെ പെൻ നമ്പറും ജനനത്തീയതിയും അറിയുമെങ്കിൽ എൻ്റർ ചെയ്ത് ഗോ ബട്ടൺ പ്രസ് ചെയ്താൽ മുൻ വിദ്യാലയത്തിലെ കുട്ടിയുടെ വിവരങ്ങൾ ലഭ്യമാവുന്നതാണ്. ലഭിച്ച വിവരങ്ങളും നിങ്ങളുടെ വിദ്യാലയത്തിലെ കുട്ടിയുടെ വിവരങ്ങളും ഒത്തുനോക്കി ഉറപ്പുവരുത്തിയതിനു ശേഷം താഴെ കാണുന്ന ഇമ്പോർട്ട് ടു 2024-25 എന്ന സെഷനിൽ നിങ്ങളുടെ വിദ്യാലയത്തിലേക്ക് കുട്ടിയെ ചേർക്കേണ്ട ക്ലാസും ഡിവിഷനും കുട്ടി ഈ അധ്യയന വർഷം വിദ്യാലയത്തിൽ ജോയിൻ ചെയ്ത തീയതിയും എൻ്റർ ചെയ്ത് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. കുട്ടിയുടെ പെൻ നമ്പർ അറിയില്ല എങ്കിൽ എങ്ങനെ കണ്ടെത്താം? ഇമ്പോർട്ട് മൊഡ്യൂളിന് ഏറ്റവും മുകളിൽ വലതുവശത്തുള്ള ഡ്രോപ്പ് ബോക്സ് ബാർ ഇൻആക്റ്റീവ് സ്റ്റുഡൻറ് ലിസ്റ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കുട്ടി മുൻപ് പഠിച്ചിരുന്ന സ്കൂളിൻ്റെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, ബ്ലോക്ക്, സ്കൂൾ എന്നീ വിവരങ്ങൾ സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്താൽ ആ വിദ്യാലയത്തിലെ ഡ്രോപ്പ് ബോക്സിലെ കുട്ടികളുടെ വിവരങ്ങൾ ലഭ്യമാവുന്നതാണ്. ഈ വിവരങ്ങൾ ലഭ്യമാവണമെങ്കിൽ ബന്ധപ്പെട്ട വിദ്യാലയങ്ങൾ മുൻപ് നൽകിയ വീഡിയോയിലെ പ്രോഗ്രഷൻ മൊഡ്യൂൾ പൂർത്തീകരിക്കേണ്ടതാണ്. ഇങ്ങനെ ലഭ്യമാവുന്ന കുട്ടികളുടെ വിവരങ്ങളിൽ നിന്നും ഇടതുവശത്ത് കുട്ടിയുടെ പെർമനൻറ്റ് എഡ്യൂക്കേഷൻ നമ്പർ, അതായത് സ്റ്റുഡൻറ് പെൻ ലഭ്യമാവുന്നതാണ്. കുട്ടിയുടെ വിവരങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തി വലതുവശത്തുള്ള ഇമ്പോർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കുട്ടിയെ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. കുട്ടിയുടെ വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാവാൻ മുകളിലായി വലതുവശത്തുള്ള സെർച്ച് ബോക്സിൽ കുട്ടിയുടെ പേര് ടൈപ്പ് ചെയ്താൽ ആ കുട്ടിയുടെ പേര് ഫിൽട്ടറായി വരുന്നതാണ്. മറ്റു സ്കൂളുകളിൽ ഒന്നും ഇതുവരെ ചേരാത്ത LKG, UKG, ക്ലാസ് 1 കുട്ടികളുടെ വിവരങ്ങൾ പുതുതായി ചേർക്കുന്നതിനുള്ള ഓപ്ഷൻ നിലവിൽ ലഭ്യമായിട്ടില്ല. 1ാം ക്ലാസ്സിന് മുകളിലുള്ള കുട്ടികളെല്ലാം മറ്റു വിദ്യാലയത്തിൽ ചേർന്നിട്ടുണ്ടാവുമല്ലോ. പ്രോഗ്രഷൻ പൂർത്തിയാവുന്ന മുറയ്ക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. 1ാം ക്ലാസ്സിന് മുകളിലുള്ള ഏതെങ്കിലും കുട്ടികളെ കഴിഞ്ഞ വർഷം ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചേർക്കുന്നതിനുള്ള അനുവാദം ലഭിക്കുന്ന മുറയ്ക്ക് ചേർക്കാവുന്നതാണ്. എല്ലാ കുട്ടികളെയും ക്ലാസ് ഡിവിഷൻ അടിസ്ഥാനത്തിൽ ചേർത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പുതുതായി കുട്ടികളെ ചേർക്കുന്നതിനുള്ള ഓപ്ഷൻ ലഭ്യമായാൽ പിന്നീട് അറിയിപ്പ് നൽകുന്നതാണ്.